ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആശ്വാസത്തിൻ്റെ ഒരു വചനം നാം ശ്രവിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമൊക്കെ എൻ്റെ അടുത്തേക്ക് വരിക. ഒറ്റപ്പെട്ടു പോകുന്നതും നിരാശയിൽ ജീവിക്കുന്നതും എത്ര കഠിനവും കഷ്ടവുമാണ്. താങ്ങാൻ ആളില്ലാതെ പോകുന്നതും കണ്ണുനീരൊപ്പുവാൻ കരങ്ങളില്ലാതെ പോകുന്നതുമൊക്കെ ഒരു ശുഷ്കമായ ജീവിതത്തിൻ്റെ അടയാളമായി മാറപ്പെടുന്നുണ്ട്. ഒരുപാട് ഭാരപ്പെടുന്ന മനുഷ്യർ ഇന്നും ഭൂമുഖത്തുണ്ട്, പലതിൻ്റെ പേരിലും പല കാരണങ്ങളിലും. അങ്ങനെയൊക്കെ ജീവിതം അതിൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും തടസ്സങ്ങളിലും പ്രയാസങ്ങളിലും ഭാരങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്വർഗീയ വചനം പോലെ ആശ്വാസമായി, അനുഗ്രഹമായി, അത്താണിയായി അത് മനസ്സിന് കുളിർമയുള്ളതും കാതുകളിൽ ശക്തവുമായി പ്രതിഫലിക്കുന്നുണ്ട്. നമുക്കൊരു ദൈവമുണ്ട്. അവനോടൊപ്പം ജീവിക്കുവാൻ, അവൻ്റേതായി ജീവിക്കുവാൻ നമുക്കൊരു ക്ഷണം കൂടിയുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹത്തിൽ മക്കൾ വളരുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കരുത്തുണ്ടാവുന്നുണ്ട്. എന്നാൽ മക്കൾ പക്വതയാർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി മാറപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വന്ന വഴികളിലും വളർത്തിയവരിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതല്ലല്ലോ, ജീവിക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഇതുപോലെ ഒരു കരമുണ്ടാവുക, ഒരു താങ്ങുണ്ടാവുക. പണ്ട് കാലങ്ങളിലൊക്കെ ചുമട് താങ്ങി കടന്നു പോകുന്ന മനുഷ്യർക്ക് ഒന്നിറക്കി വെക്കുവാൻ പാകത്തിൽ അത്താണികളുണ്ടായിട്ടുണ്ട്. വഴിയരികുകളിലൊക്കെ സ്ഥാപിക്കപ്പെട്ട ചില അത്താണികളിൽ അവർ അവരുടെ ഭാരം ഇറക്കി വെച്ച് ഒന്നാശ്വാസം കണ്ടെത്തും. ഇതുപോലെ തളർന്നു പോകുന്ന മനുഷ്യർക്ക് ഒരത്താണി ഉണ്ടാവുന്നുണ്ട്. കുരിശുമായി കടന്നുപോയവൻ കുരിശിതനായ ജീവിതങ്ങളിൽ ഭാരപ്പെട്ടു പോകുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എന്തും സന്തോഷവും സമാധാനവും അനുഗ്രഹവുമായി തോന്നണമെങ്കിലും മാറണമെങ്കിലും നാം നടന്നു പോകേണ്ട വഴികളും കാണേണ്ടിടവും ചേർത്ത് നിർത്തേണ്ട കാര്യങ്ങളുമൊക്കെ ക്രിസ്തു തന്നെ വ്യക്തമാക്കുകയാണല്ലോ. അവനോടൊപ്പം ജീവിക്കുമ്പോൾ, അവൻ്റേതായി ജീവിക്കുമ്പോൾ ഒന്നും ഭാരമാകുന്നില്ല. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ കരസ്പർശനം, അവരുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ മക്കൾ എത്ര സുരക്ഷിതരായി ആനന്ദത്തോടെ കാര്യങ്ങളിൽ അവർ വ്യാപരിച്ച് കടന്നു പോകുന്നുണ്ട്. കാരണം കാക്കുവാൻ, കരുതുവാൻ, കരയിക്കാതിരിക്കുവാൻ നമുക്ക് ഒരു കരവലയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്നും അത് തന്നെയല്ലേ നമുക്കാവശ്യം. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ ഒരു ചുവട് ആരെങ്കിലുമൊക്കെ ഒന്ന് താങ്ങിയിരുന്നെങ്കിൽ, വലിയ വാക്കുകൾ അർത്ഥമില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു വാക്കുകൾ നൽകുന്ന സൗരഭ്യം, സന്തോഷം, സമാധാനം എത്ര വലുതാണ്. സാരമില്ല, ഞാൻ കൂടെയുണ്ടല്ലോ, ഞങ്ങൾ കൂടെയുണ്ടല്ലോ. ഇത് തന്നെയാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ പ്രകാശവും. ആരെങ്കിലുമൊക്കെ അത്താണിയായി കൂടെ ഉണ്ടാവുന്നു. അതാ ക്രിസ്തുവിൻ്റെ നമ്മളോടുള്ള ഏറ്റവും സുശക്തമായ ഒരു വാഗ്ദാനമാണത്. ഞാൻ കൂടെയുണ്ട്. കൈവിട്ട് കളയാത്ത കാരുണ്യം, സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്ന ബന്ധങ്ങൾ, ഇന്നും ഇപ്പോഴും അലിവാർന്ന ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തെ കാണുന്നവൻ, വിധിക്കുന്നവനല്ല, തകർക്കുന്നവനല്ല, താങ്ങുന്നവനായി, തലോടുന്നവനായി, അനുഗ്രഹിക്കുന്നവനായി. ആയതിനാൽ ഈ വിളി എനിക്കും നിങ്ങൾക്കും നമുക്കും എന്നും എപ്പോഴും ആശ്വാസമാവട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർക്കും അത്താണിയായി അവൻ കൂടെയുണ്ട്. ആമീൻ.